ആമേൻ. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ ഇവർ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാവരും ദിവസം ഇരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ സൺഡേയിൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് ദൈവം നൽകി തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം അനുദപിക്കുന്ന പാപിയുടെ ഒരു പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് ഇതിൻ്റെ തലക്കെട്ടിൽ തന്നെ കാണുവാൻ കഴിയുന്നത്. ഒരു ദൈവവൈതൽ എന്ന നിലയിൽ സ്തോത്രം, എപ്പോഴും ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഒരു അനുതാപത്തിൻ്റെ ഹൃദയത്തോടുകൂടി സ്തോത്രം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരേണ്ടത് ഒരു ദൈവവൈതൽ എന്ന നിലയിൽ ഹല്ലേലൂയ അത്യന്താപേക്ഷിതമാണ്. അപ്പോഴാണ് ഹല്ലേലൂയ കർത്താവ് നമ്മളിൽ പ്രസാദിക്കുന്നതും നമ്മൾ പാടുന്ന പാട്ടുകളും നമ്മൾ ആരാധിക്കുന്ന ആരാധനയും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും ദൈവം കേട്ട് അതിനൊരു മറുപടി നമുക്ക് ഹല്ലേലൂയ ദൈവം നൽകിത്തരണമെങ്കിൽ സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുന്ന സമയം മുതൽ സ്തോത്രം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ക്രമീകരിക്കേണ്ടതും ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടി നമ്മളെ തന്നെ ഹല്ലേലൂയ സബ്മിറ്റ് ചെയ്ത് ദൈവവുമായ ഒരു നിരപ്പിലേക്ക് നാം എത്തിച്ചേരേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സങ്കീർത്തനം വളരെ ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഹല്ലേലൂയ അനുവർത്തിക്കേണ്ടുന്ന ഒരു ഹല്ലേലൂയ സങ്കീർത്തനമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ സങ്കീർത്തനക്കാരനായ ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ദാവീദ് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലും സ്തോത്രം ഒട്ടും മടിയില്ലാത്ത വ്യക്തിയാണെന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം ഒരു രാജാവായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ തൻ്റെ പ്രജകളെ നോക്കുകയോ താനായിരിക്കുന്ന ആ ഒരു പദവി നോക്കി ഒന്നും ചെയ്യാതെ തന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഒട്ടും മടിയില്ലാതെ ഹല്ലേലൂയ ദൈവത്തിന് മുമ്പാകെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ദൈവഭക്തനായിരുന്നു ദാവീദ്. എങ്കിലും ദാവീദിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഏറ്റവും മരണകരമായ ഒരു പാപത്തിൻ്റെ മുൻപിലാണ് ഈ സങ്കീർത്തനം അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ കഴിക്കുന്നത് നാം മനസ്സിലാക്കണം. സ്തോത്രം. ഈ ഒരു പ്രാർത്ഥന കഴിക്കുമ്പോൾ തന്നെ നാം ഇന്നായിരിക്കുന്ന ലോകത്തിൽ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നാം പിൻപറ്റുന്ന ഈ ക്രിസ്തീയ പശ്ചാത്തലത്തോടനുബന്ധിച്ച് തന്നെ അനേക ഹല്ലേലൂയ ആത്മീയ ഗോളങ്ങൾ, ആത്മീയ തലത്തിൽ ഹല്ലേലൂയ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പിൻപറ്റുന്ന അനേക ഹല്ലേലൂയ വിശ്വാസ ഗോളങ്ങളെ നമുക്ക് ഈ ഭൂമിയിൽ കാണുവാൻ കഴിയും. എന്നാൽ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായി ക്രിസ്തീയ ഹല്ലേലൂയ സ്തോത്രം മാർഗത്തെ ഹല്ലേലൂയ എടുത്തു പറയത്തക്ക രീതിയിൽ ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നൊരു സവിശേഷതയാണ് പാപങ്ങളെ ക്ഷമിക്കുവാൻ വേണ്ടിയുള്ള ഹല്ലേലൂയ നമ്മുടെ കർത്താവിൻ്റെ ഹല്ലേലൂയ നമ്മളോട് കാണിക്കുന്ന ആ ഒരു കരുണ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ദയ എന്നുള്ളത്. സ്തോത്രം. മറ്റ് സമുദായങ്ങളിലുള്ള ഹല്ലേലൂയ സ്തോത്രം ആ വ്യക്തിജീവിതങ്ങളൊക്കെ അവരെ ആ ഒരു അവരുടെ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ ഹല്ലേലൂയ അവർ ആ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പാപത്തിൻ്റെ പാപത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി അവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാൻ കഴിയും. അവരെന്താണ് ചെയ്യുന്നത്? അവർ ആ കർമ്മങ്ങളും ആചാരങ്ങളും അതുപോലെ തന്നെ മല കയറുക, കുന്നുകയറുക, അങ്ങനെയുള്ള പുറമേയുള്ള ഓരോ പ്രവൃത്തികൾ ചെയ്ത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ക്രിസ്തീയ മാർഗത്തിലേക്ക്, യേശുവിൻ്റെ പാദപീഠത്തിലേക്ക്, യേശുവിൻ്റെ പാതയെ നാം പിൻപറ്റി നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായി കാണുവാൻ കഴിയുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ ഈ ആചാരങ്ങളോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ തെറ്റിനെ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ, അപ്പോൾ ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു പോയി, ഞാൻ നിന്നോട് ഹല്ലേലൂയ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ ഹല്ലേലൂയ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ ഹല്ലേലൂയ പാപത്തിൽ നിന്ന് നമുക്ക് മുക്തി നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതാണ് മറ്റുള്ള ഇതര ഹല്ലേലൂയ മതങ്ങളിൽ നിന്നും ഹല്ലേലൂയ ഇതരമായ ഹല്ലേലൂയ സ്തോത്രം ആത്മീയ ഗോളത്തിൽ നിന്നും ക്രിസ്തീയ മാർഗത്തെ ഹല്ലേലൂയ മാറ്റി നിർത്തുന്ന ഏറ്റവും സവിശേഷമായ ഒന്നെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ ഒരു തെറ്റ് കടന്നു വന്നു. സ്തോത്രം. എന്താണ് തെറ്റെന്നൊക്കെ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നത്തെ ഈ സങ്കീർത്തനത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, 16-17 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ദാവീദ് പറയുകയാണ്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്നത്തെ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, അന്ന് പാപം ചെയ്യുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് അവർ യാഗങ്ങൾ കഴിക്കും. ദൈവം അവരോട് നിഷ്കർഷിച്ചിരുന്ന ഹല്ലേലൂയ അവർക്ക് കൊടുത്തിരുന്ന യാഗങ്ങളെ ദൈവസന്നിധിയിൽ കഴിച്ചാണ് അവർ
പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ കൂടി വന്നുകൊണ്ടിരുന്നത്. യാഗങ്ങൾ, പല രീതിയിലുള്ള യാഗങ്ങൾ ദൈവം അവർക്ക് നിഷ്കർഷിച്ചു കൊടുത്തിരുന്നു, ഉപദേശിച്ചു കൊടുത്തിരുന്നു. അതായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ യാഗങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ അവരുടെ ഹൃദയത്തിനൊരു രൂപാന്തരം ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാളകളെ അറക്കുന്നു, ആട്ടുകൊറ്റന്മാരെ യാഗം കൊടുക്കുന്നു, അങ്ങനെ വിവിധ രീതിയിലുള്ള യാഗങ്ങൾ കൂടി വരുന്നതല്ലാതെ ഹൃദയത്തിന് രൂപാന്തരം വരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ദൈവം അതുകൊണ്ട് മടുത്തിട്ട് ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്, ഹാലലൂയ, കാളക്കുറ്റന്മാരുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കണ്ട് എനിക്ക് മടുപ്പ് വന്നിരിക്കുന്നു, ഞാൻ അതിൽ ഇനി പ്രസാദിക്കുകയില്ല. സ്തോത്രം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഹാലലൂയ, നമ്മുടെ ഹൃദയത്തിനൊരു മാനസാന്തര രൂപാന്തരം ഉണ്ടാകുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് സ്തോത്രം പഴയ നിയമത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ ദാവീദ് പറയുന്നു, ഹാലലൂയ, എനിക്ക് തെറ്റ് വന്നു പോയി, ഞാൻ പാപം ചെയ്തു പോയി, പാപിയാണ്, അതുകൊണ്ട് ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. പക്ഷേ ഹാലലൂയ, ഞാൻ ഒന്നറിയുന്നുണ്ട്, എന്ത്? ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ, പാപിയാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ തന്നെത്താൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുന്ന ഒരുവനെ, ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്ന് കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് സമർപ്പണ ബോധത്തോടുകൂടി ഹൃദയത്തെ സമർപ്പിക്കുന്ന ഒന്നാണ് എന്ത്? യാഗമായിട്ട് ദൈവം കണക്കാക്കുന്നതെന്ന് ദാവീദിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദാവീദ് പറയുകയാണ്, ദൈവമേ, ഹാലലൂയ, നീ ഉദ്ദേശിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന ഹനനയാഗം, നീ ആഗ്രഹിക്കുന്ന യാഗം എന്താണ്? തകർന്നിരിക്കുന്ന മനസ്സാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയമൊക്കെയും തകർന്ന് ഇരിക്കാറുണ്ട് പല കാര്യങ്ങളെ ഓർത്തിട്ട്. സ്തോത്രം. എന്നാൽ അപ്രകാരമുള്ളൊരു തകർച്ചയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഹാലലൂയ പശ്ചാത്തലങ്ങളിൽ കടന്നു വരുന്ന വിഷയങ്ങളോടനുബന്ധിച്ച് നമ്മുടെ ഹൃദയം തകരാറുണ്ട്, ഭാരപ്പെടാറുണ്ട്. ആ വിഷയത്തിന് നടുവിൽ നമ്മൾ ദൈവസന്നിധിയിൽ തകരുമ്പോൾ ദൈവത്തിന് നമ്മുടെ അവസ്ഥകളെ അറിയാം, നമ്മുടെ സാഹചര്യങ്ങളെ അറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൻ മനസ്സ് തകർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരിക എന്നുള്ളതിനേക്കാൾ ഉപരിയായി കർത്താവ് ആഗ്രഹിക്കുന്നത് അവന് ആ ഒരു അവസ്ഥ കടന്നു വരുവാനുള്ള കാരണം എന്താണ്, അവൻ എവിടെയാണ് വീണുപോയത്, എവിടെയാണ് അവൻ തെറ്റുപറ്റിയത്, ആ തെറ്റിനെ മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് അനുതാപത്തോടുകൂടി അടുത്തു വരുവാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ എന്റെ മകൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്രകാരം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ അനുതാപത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും സ്തോത്രം, നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ മേൽ അതിനൊരു നീക്കുപോക്കുണ്ടാക്കുവാനും ദൈവവുമായി ഒരു ഹാലലൂയ റിലേഷൻ നമുക്ക് കാത്തു സൂക്ഷിക്കുവാനും ഇടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെയും അതുപോലെ തന്നെ ഹാലലൂയ ലോകത്തിന്റെ മ്ലേച്ഛതകളിലേക്ക് നമ്മൾ കടന്നുപോയി ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ, അതിനെ വീണ്ടും ഹാലലൂയ കൂട്ടിയോജിപ്പിക്കുവാൻ, അതിനെ വീണ്ടും കണക്ട് ചെയ്യുവാൻ വേണ്ടി ഹാലലൂയ ഇടയായിത്തീരുന്ന ഒരു ഹാലലൂയ മാർഗമാണെന്ന് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക, നമ്മുടെ തെറ്റിനെ മനസ്സിലാക്കുക, ദൈവസന്നിധി നമ്മുടെ ഹൃദയത്തെ ഹാലലൂയ സമർപ്പിച്ച് ദൈവസന്നിധി കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് സമ്മതിക്കുന്ന ആ ഒരു ഹാലലൂയ തീരുമാനം, അത് പലപ്പോഴും ആത്മീയ കുളത്തിൽ നമുക്ക് ഹാലലൂയ പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഹാലലൂയ പലപ്പോഴും ഇല്ലാതെ വരുന്നൊരു സംഭവമാണ്. പലപ്പോഴും നമ്മുടെ തെറ്റിന് നമുക്ക് സമ്മതിക്കുവാൻ കഴിയത്തില്ല. ചിലപ്പോൾ അത് സമ്മതിക്കാതെ നമ്മൾ പുറം പിടിച്ചിരിക്കും ദൈവസന്നിധിയിൽ. അതുകൊണ്ട് നമുക്ക് എന്താ പറ്റുന്നത്, ജനത്തിന്റെ മുൻപാകെ നമ്മൾ ഒരു പക്ഷെ നീതീകരിക്കപ്പെട്ടു എന്ന് വന്നേക്കാം, പക്ഷെ ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ നീതീകരിക്കപ്പെടുകയില്ല. കഴിഞ്ഞ സന്ധ്യയിലൊക്കെ നമ്മൾ കേട്ടതുപോലെ ഇപ്പോൾ നമുക്കൊരു സുപ്രസാദമായ ഒരു സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ സമയത്ത് നമ്മൾ അപ്പാന്ന് വിളിച്ചാൽ, ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക്, ഒരു നീതീകരണത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരും. എന്നാൽ ഇതിന്റെയൊക്കെയും ഹല്ലേലൂയ സ്തോത്രം, ആ ഒരു എൻഡ് എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ്. കർത്താവിന്റെ വരവിൽ അപ്പോൾ പോയിട്ട് കർത്താവെ നമ്മൾ ക്ഷണിക്കണമെന്ന് പറഞ്ഞാൽ, അന്ന് കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ ഒരു ന്യായാധിപതിയായി നിൽക്കുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ചെന്ന് നിൽക്കാൻ പോകുന്നത്. അന്ന് അബ്ബാന്ന് വിളിക്കുമ്പോൾ കർത്താവ് പറയും, നിനക്ക് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തു തന്നു, ഒരു അവസരം തന്നതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി കേട്ടത് കൊണ്ട് ഞാൻ ഇന്ന് അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കുക, ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ കർത്താവിന്റെ ആലയത്തിലേക്ക് കൂടി വന്നിരിക്കുമ്പോൾ മാത്രമല്ല, വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെയും സ്തോത്രം
നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, കർത്താവേ എന്റെ കുറവുകളെ നീ ക്ഷമിക്കണം, ഞാൻ ഇന്ന കാര്യത്തിൽ വീണുപോയി എന്ന് പറഞ്ഞ് ഒരു ദൈവസന്നിധിയിൽ നിന്ന് സബ്മിറ്റ് ചെയ്യുന്നത്, സറണ്ടർ ചെയ്യുന്നത് എന്തുകൊണ്ടും ഹല്ലേലൂയ നല്ലതാണ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാകുകയുള്ളൂ, ദോഷമൊന്നും തന്നെ ഉണ്ടാകുകയില്ല. ഇവിടെ ദാവീദിന് വന്നുപോയ തെറ്റെന്താണ് നമുക്കറിയാം. ഹല്ലേലൂയ, ഈ ഊരിയാവിന്റെ ഭാര്യയായിരുന്ന ബത്ശേബയെ താൻ ആഗ്രഹിക്കുകയും ഹല്ലേലൂയ തന്റെ ഹൃദയം നോക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തെ ഹല്ലേലൂയ അധികമായി ആരാധിക്കുകയും എപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു പോവുകയും ദൈവത്തെ ആരാധിക്കുന്നതിന് ഒട്ടും മടിയില്ലാതെ ഒരു രാജാവായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നതിന് ഒട്ടും മടിയില്ലാത്ത ദൈവവൈദ്യനായിരുന്നു ദാവീദ്. ആ വ്യക്തിക്കാണ് സ്തോത്രം ഇപ്രകാരമുള്ള ഒരു ഹല്ലേലൂയ ചിന്ത കടന്നു വരാൻ ഇടയായി തീർന്നത്. നമുക്കറിയാം, ഉരിയാവിന്റെ ഭാര്യയെ യുദ്ധത്തിന് കടന്നു പോകേണ്ടവനായിരുന്നു. യുദ്ധത്തിന് പോകാതെ ഹല്ലേലൂയ അവന്റെ ഭവനത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ ഹൃദയത്തിൽ കടന്നു വന്ന ഹല്ലേലൂയ ദുഷ്ടചിന്തകൾക്കനുസരിച്ച് അവൻ ഹൃദയത്തെ വിട്ടുകൊടുത്തപ്പോൾ ഹല്ലേലൂയ അവിടെ പിശാച് പ്രവർത്തിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം ചരിത്രങ്ങളൊക്കെ. ഉരിയാവിന്റെ ഭാര്യയായ ബത്ശേബയെ താൻ മോഹിക്കുകയും ആ മോഹം നമ്മൾ വചനത്തിൽ കാണുന്നത് പോലെ മോഹം ഹല്ലേലൂയ ഗർഭം ധരിച്ച് അത് പാപമായി സ്തോത്രം അവന്റെ ജീവിതത്തിൽ പ്രസവിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഊരിയാവിനെ ഹല്ലേലൂയ കൊന്നുകളയുവാൻ വേണ്ടി തന്റെ ഹല്ലേലൂയ എല്ലാ രീതിയിലുമുള്ള സോഴ്സ് ഉപയോഗിച്ച് പ്രൈസ് ദി ലോർഡ് ഊരിയാവിനെ കൊന്നുകളഞ്ഞിട്ട് ആ ഹല്ലേലൂയ തന്റെ ആ ഊരിയാവിന്റെ ഭാര്യയെ ഹല്ലേലൂയ തന്റെ ഭാര്യയായി എടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ തന്റെ അധികാരത്തെ ഉപയോഗിച്ചതായി കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കണം, ഒരു ദൈവവൈദ്യനായിരുന്നു ദാവീദ്. ആ സമയത്താണ് ദാവീദ് ഈ കാര്യങ്ങളൊക്കെയും ചെയ്തത്. അത് എന്തുകൊണ്ട്? അപ്പോൾ ദൈവവൈദ്യന് ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും വീണുപോകാൻ സാധ്യതയുണ്ട്. കാരണം നാം ആയിരിക്കുന്ന ഈ ലോകം പാപം കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഇൻഫ്ലുവൻസുകൾ എപ്പോഴും നമ്മളെ പാപത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻ എപ്പോഴും നാം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആ തെറ്റ് സംഭവിച്ച് ഉരിയാവ് ആ സ്ത്രീയെ ബത്ശേബയെ സ്വന്തം ഭാര്യയായി ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഈ ദാവീദ് എന്റെ ഭക്തനായ ദാവീദ് വഴി വിട്ടു പോവുകയാണ്. ഇനി അവൻ ഇതിൽ നിന്നും ഇതിനു മുന്നേ ഉണ്ടായിരുന്ന പല വ്യക്തി ജീവിതങ്ങളെ പോലെ സ്തോത്രം ദാവീദ് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാനും അവന്റെ പ്രവർത്തന മേഖലകളൊക്കെയും ദൈവഹിതത്തിന് വിരോധമായ രീതിയിൽ ആയിപ്പോകാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചറിഞ്ഞ് സ്വർഗം സ്തോത്രം നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. നമുക്ക് ആ പശ്ചാത്തലമൊക്കെ അറിയാവുന്ന കാര്യമല്ലേ. ദാവീദിന്റെ അടുക്കിലേക്ക് സ്തോത്രം നാഥാൻ പ്രവാചകൻ കടന്നു വന്ന് ദാവീദിനുണ്ടായിപ്പോയ തെറ്റിനെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി സ്തോത്രം അവിടെ ഹല്ലേലൂയ ദാവീദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്തോത്രം അതൊരു ഉപമയായിട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത്. അപ്പോഴത്തേക്കും ദാവീദ് പറയുന്നുണ്ട്, ആ തെറ്റ് ചെയ്ത മനുഷ്യൻ സ്തോത്രം മരണയോഗ്യൻ. അപ്പോൾ നാഥാൻ പ്രവാചകൻ പറയുന്നു, ആ തെറ്റ് ചെയ്തത് നീ തന്നെയാണ്. അവന്റെ തെറ്റിനെ കറക്റ്റായിട്ട് ദാവീദിന് ഹല്ലേലൂയ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു. നോക്കണം, അത് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നാഥാൻ പ്രവാചകനിലൂടെ വളരെ വ്യക്തമായി തന്റെ തെറ്റിനെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് ദാവീദിനോട് പറയുകയാണ്, ദാവീദേ, നീ ചെയ്തു പോയ തെറ്റുകൊണ്ട് നീയും നിന്റെ കുടുംബവും അതേപോലെ നിന്റെ സ്തോത്രം നിന്റെ തലമുറകളും ഒരു ദൈവത്താൽ സ്തോത്രം ശിക്ഷ അയക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുവാൻ പോവുകയാണ്. ദൈവം നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ള ദൈവത്തിന്റെ വാണിംഗ് സ്തോത്രം ദാവീദിന് കൈമാറുകയാണ്. പലപ്പോഴും ഇത് ദൈവത്തിലൂടെ നമ്മളെ കേൾപ്പിക്കും. ഇത് ദാവീദിനുണ്ടായ അനുഭവമാണ്. അത് ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ദാവീദിനെ ദൈവത്തിന്റെ ദാസനെ അയച്ച് ദൈവം തനിക്കുണ്ടായ തെറ്റിനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദാവീദ് എന്താണ് അവിടെ ചെയ്തത്? അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൽ സറണ്ടർ ചെയ്തു. ദൈവത്തോട് പാപം ചെയ്തു എന്ന് പറഞ്ഞ് തന്റെ തെറ്റിനെ ഗ്രഹിച്ച് ഒരു സമയത്ത് ദൈവവൈദ്യനായിരുന്നു, ഇപ്പോഴും ദൈവവൈദ്യനാണ്. ആ വ്യക്തിക്കാണ് ഇങ്ങനെ ഒരു തെറ്റ് കടന്നു വന്നത്. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവൻ അല്പനേരം വിട്ടുപോയപ്പോൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്ന ലോകത്തിന്റെ ഇഷ്ടങ്ങൾ, മോഹങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് തെറ്റ് ചെയ്യുവാൻ തക്കവണ്ണം അവനെ പ്രേരിപ്പിച്ചു.
അത് തിരിച്ചറിഞ്ഞ ആ ദൈവത്തിന്റെ ദാസനെ അയച്ച് അവന്റെ തെറ്റ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദാവീദ് പറയുന്നു, ദൈവമേ, ഞാൻ യഹോവേ, ഞാൻ നിന്നോട് പാപം ചെയ്തു. തന്റെ തെറ്റിനെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ തന്നെ താൻ സമർപ്പിക്കുന്ന ദാവീദിനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തിലൂടെയും ദൈവത്തിന്റെ ആത്മാവിലൂടെയും ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെയും വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ഓരോ ദിനവും നാം ദൈവത്തിൽ കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ, നാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറവുകൾ പലതായിരിക്കാം. ഇത് തന്നെ ആവണമെന്നില്ല. വ്യത്യസ്ത രീതിയിലുള്ള തെറ്റുകൾ, കുറവുകൾ നമ്മൾ കടന്നു വരാറുണ്ട്. എന്നാൽ അത് കടന്നു വരുമ്പോൾ ദൈവവചനത്തിലൂടെ, ദൈവത്തിന്റെ ആത്മാവിലൂടെ ദൈവം നമ്മൾ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ അത് മനസ്സിലാക്കി ദൈവത്തിൽ സറണ്ടർ ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇത് പകൽക്കാലം ഇവിടെ നോക്കിക്കേ, ദാവീദ് പറയുകയാണ്, സ്തോത്ര കർത്താവേ, ഞാൻ സ്വർഗ്ഗത്തിനോട് തെറ്റ് ചെയ്തു പോയി. സ്തോത്രം, സ്വർഗ്ഗത്തോട് തെറ്റ് ചെയ്തു പോയി. ഉടനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നാഥാൻ പ്രവാചകനിലൂടെ അവനോട് ദൂത് പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. പാപങ്ങൾ, തന്റെ തെറ്റിനെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ തന്റെ കുറവിനെ മനസ്സിലാക്കി സറണ്ടർ ചെയ്ത ദാവീദിന്റെ തെറ്റിനെ ദൈവം ക്ഷമിച്ച് നീ മരിക്കുകയില്ല എന്നുള്ള ആത്മീയ ദൂതിനെയാണ് ദൈവം അവിടെ കൈമാറുന്നത്. അതിന് കാരണം എന്താ? ഈ സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ ദാവീദ് പറയുന്നു, ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണം. അപ്പൊ ദാവീദിന് അറിയാം, ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കൃപയും അവന്റെ കരുണയും ഇതൊക്കെയും അളക്കുവാൻ കഴിയുന്നതിനും അധികമാണ്. നമുക്ക് അളക്കുവാനോ നമുക്ക് അതൊന്ന് മനസ്സിലാക്കുവാനോ കഴിയുന്നതിന് അപ്പുറമാണ് ദൈവത്തിന്റെ വിശ്വസ്തത, ദയ, കരുണ എന്നുള്ളത്. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം, അപ്പൊ അതിന്റെ ആ വലിപ്പം, അതിന്റെ ബഹുത്വം എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ജീവിതത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ആ ഒരു ദയയും വിശ്വസ്തതയും ദൈവത്തിന് നമ്മളോടുള്ള അവന്റെ കൃപയെയും വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തത് കൊണ്ട് സങ്കീർത്തനക്കാരൻ പ്രകാരം പറയുന്നുണ്ട്, ഭൂമിയും ആകാശവും അകന്നിരിക്കുന്നത് പോലെ. അതിന് എത്രത്തോളം ഗ്യാപ്പുണ്ട്, അത്രത്തോളം ഗ്യാപ്പ് ഉള്ളത് പോലെ, അളന്നുകൂടാൻ കഴിയാത്ത വിടവുള്ളത് പോലെ ദൈവത്തിന് തന്റെ മക്കളോടുള്ള വിശ്വസ്തതയും ദയയുടെയും വലിപ്പം അത്രത്തോളം വലുതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അത്രയും വിശ്വസ്തനായ, ദയ കാണിക്കുന്ന, നമ്മോട് കരുണ കാണിക്കുന്ന, നമ്മുടെ സകല പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിവുള്ളവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി, അപ്പാ, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു പോയി. ആ മുടിയനായ പുത്രൻ പ്രാർത്ഥിക്കുന്ന നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗ്ഗത്തോടും തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന, അപ്പനോട് കടന്നു വന്ന അപ്പന്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുന്ന ഒരു മുടിയനായ പുത്രനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ, അപ്പാ, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു പോയി. പിതാവേ, അപ്പാ, യേശുപ്പ, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു പോയി. ഹല്ലേലൂയ. ഒരു നിമിഷത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് കടന്നു വന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആ ദൈവത്തിൽ സറണ്ടർ ചെയ്യുവാൻ ഒരു മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കാതിരിക്കുകയില്ല. ഇവിടെ ദാവീദ് പറയുന്നു, ഹല്ലേലൂയ, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോകണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഹല്ലേലൂയ, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. ഞാൻ നോക്കണം, എവിടെയാണ് ദാവീദിന് തെറ്റുപറ്റിപ്പോയത്? ദൈവവുമായി ഉടമ്പടിയുള്ളവരാണ് ദൈവമക്കളെന്ന് നാം ഓരോരുത്തരും. ദൈവവുമായി ഉടമ്പടി ചെയ്തവരാണ്, കവനന്റുണ്ട് ദൈവവുമായിട്ട്. അപ്പൊ അവന് എവിടെയാണ് തെറ്റുപറ്റിപ്പോയത്? എവിടെയാണ് തനിക്ക് ആ കവന്റിനെ തെറ്റിക്കുവാൻ ഇടയായി തീർന്നത്? ദൈവത്തിന്റെ ഉടമ്പടിയിൽ നിന്ന് അതിന് ആ വിച്ഛേദനം വരുത്തുവാൻ ഇടയായി തീർന്നെന്ന് മനസ്സിലാക്കി സ്തോത്രം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും ഒരു മനസ്സുണ്ടായിരിക്കണം. പക്ഷെ നമുക്ക് തോന്നും, ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചതല്ല, ദൈവസന്നിധി ഞാൻ ഏറ്റു പറഞ്ഞതാണ്, ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധി ഏറ്റു പറഞ്ഞതാണ്, ഇനി വൈകുന്നേരത്തിൽ ഞാൻ ഏറ്റു പറയേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം നമുക്ക് തോന്നാം, നമ്മളെ തന്നെ നമ്മൾ ചിന്തിക്കും, നമുക്ക് തോന്നും, സ്തോത്രം, എന്റെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഞാൻ ആർക്കും തെറ്റും ചെയ്തില്ല. പക്ഷേ ഹല്ലേലൂയ, നമ്മൾ നോക്കുമ്പോൾ, സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കും, നമ്മുടെ ഹൃദയങ്ങളെയും ഹൃദയ വിചാരങ്ങളെയും അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത ഉണ്ടാകും, ഒരു ചെറിയൊരു ചിന്ത ഉണ്ടാകുമ്പോൾ പോലും നോക്കണം, അതൊരു പാവമായി മാറുകയാണ്. അത് ഉത്തമ ഉദാഹരണം, പഴയ നിയമത്തിൽ വിചാരം ചെയ്യുമ്പോഴാണ് വിചാരമായി മാറുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരും, പുതിയ നിയമ ഹല്ലേലൂയ സ്തോത്രം നിയമത്തിലേക്ക്, ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്ത്രീയെ മോഹിക്കേണ്ടത് ഹൃദയത്തിൽ ഒന്നും നിരൂപിക്കുമ്പോൾ തന്നെ അതെന്തായി മാറുകയാണ്? സ്തോത്രം. അപ്പോൾ ഹൃദയത്തിനകത്ത് ചിന്ത കടന്നു വരുമ്പോൾ
അത് തെറ്റായി മാറുകയാണ്. അപ്പൊ എന്താണ്? ഓരോ നിമിഷവും നാം ദൈവത്തിന് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുന്നത്. എന്തുകൊണ്ടും നല്ലത്. നമ്മുടെ ദാവീദ് പറയുന്നു, കർത്താവേ, ഞാൻ എന്റെ ലംഘനങ്ങളെ അറിയുന്നു. എവിടെയാണ് ദാവീദ് തെറ്റുപറ്റിപ്പോയത് എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ ദാവീദ് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയുന്നു, കർത്താവേ, എന്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവായപ്പോൾ തന്നെ, സ്തോത്രം, ഞാൻ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഉരുവായപ്പോൾ തന്നെ ഞാൻ ആ പാപത്തിലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. എന്റെ ജനനം തന്നെ പാപത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ മഹിമ എടുത്ത് പറയത്തക്ക രീതിയിൽ പുകഴ്ചയായിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് എന്റെ പശ്ചാത്തലം ഇതാണ്, ഞാൻ ആയിരിക്കുന്ന ലോകം ഇതാണ്. എന്ത് ലോകം? പാപം നിറഞ്ഞ ലോകത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. അപ്പൊ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽക്കാലം നമുക്ക് ദിവസങ്ങളിലെ പ്രകാരം പറയാൻ കഴിയുമോ? കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിലായിരിക്കുന്നു, എന്നോട് ഹല്ലേലൂയ കനിവ് തോന്നണമേ, എന്റെ കുറവുകളെ ക്ഷമിക്കണമേ കർത്താവേ. തീർച്ചയായും അങ്ങനെ പറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനും നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുവാനും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. തിരുവചനം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന പുണ്യാഹ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് 7-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിനെ കഴുകണമേ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയും ഹല്ലേലൂയ ചെയ്ത് നമ്മളെ കഴുകി നമ്മളെ ശുദ്ധീകരിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, നമ്മളെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുന്നു, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. ഇത് ഏത് സോപ്പാണ്? പ്രത്യേകിച്ച് സോപ്പൊന്നും ഇല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. ഈ സോപ്പ് ചെടിയുണ്ട്. സ്തോത്രം. ആ ചെടിയും അതുപോലെ തന്നെ ദേവദാരും ചുവപ്പ് നൂൽ, ഇത് മൂന്നും കൂടെ ചേർത്ത് വെച്ച് സ്തോത്രം പാപം ചെയ്ത് കുഷ്ഠരോഗിയായിട്ടുള്ള ഒരു വ്യക്തിയെ പഴയ നിയമ കാലഘട്ടത്തിൽ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്നതാണ്. ഹല്ലേലൂയ. ഈ 3 വസ്തുക്കളും കൂടി ചേർത്ത് വെച്ച് ഉറവ് വെള്ളത്തിന്മേൽ ഹല്ലേലൂയ ആ ഒരു ജീവനുള്ള ഒരു പക്ഷിയെ അറുത്ത് അതിന്റെ രക്തത്തിൽ ഹല്ലേലൂയ ആ ഉറവെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ദേവദാരും അതുപോലെ ചുവപ്പ് നൂൽ, ഈ സോപ്പ് ചെടി, ഇത് മൂന്നും മുക്കി ആ കുഷ്ഠരോഗിയുടെ മേൽ തളിക്കുമ്പോൾ ശുദ്ധിയുള്ളവനായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് ഇവിടെ ദൈവത്തെ അങ്ങനെ എന്നെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു ഈ സോപ്പായി ദാവീദ് അവിടെ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തെ കാണുകയാണ്. അപ്പാ, എന്റെ കുറവിനെ, എന്റെ പാപത്തെ നീ കഴുകണമേ. പ്രൈസ് ദി ലോർഡ്. യുവകാലം നമ്മളെ ശുദ്ധീകരിപ്പാൻ, നമ്മളെ നിർമ്മലീകരിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ദൈവങ്ങളെ നോക്കി ഇവിടെ ഹല്ലേലൂയ എല്ലാ വാക്കുകളും ഞാൻ എടുത്ത് സംസാരിക്കുന്നില്ല. നമ്മൾ തെറ്റ് ചെയ്ത് അകൃത്യം ചെയ്ത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് വ്യതിചലിച്ചു പോയാൽ ഉണ്ടാകുന്ന ചില ഹല്ലേലൂയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് വളരെ അപകടകരമായ കാര്യങ്ങളാണ്. ഒന്ന് ഹല്ലേലൂയ കർത്താവിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരായ നാം ആ കർത്താവിന്റെ രക്ഷയുടെ സന്തോഷത്തെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിനോട് തെറ്റ് നാം കുറവ് ചെയ്ത് പാപം ചെയ്ത് ദൈവത്തിന് അകന്നു മാറുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി കുറയത്തില്ല, സ്തോത്രം. പക്ഷെ അത് നമ്മൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മേലുള്ള ആ ഒരു പവർ കുറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ രക്ഷയുടെ അനുഭവം, ദൈവം നൽകിയിട്ടുള്ള രക്ഷയുടെ അനുഭവത്തിന്റെ സന്തോഷം കുറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവവൈദ്യന് രക്ഷയുടെ സന്തോഷത്തിന്റെ അനുഭവത്തിലും പരിശുദ്ധാത്മാവിന്റെ നിറവിലും ഹല്ലേലൂയ നിറഞ്ഞാൽ മാത്രമേ ക്രിസ്ത്യ ജീവിതം ഹല്ലേലൂയ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദാവീദ് പറയുന്നു, കർത്താവേ, ഞാൻ തെറ്റ് ചെയ്തു പോയത് കൊണ്ട് ഹല്ലേലൂയ എന്റെ രക്ഷയുടെ സന്തോഷത്തിന്റെ അനുഭവം കുറഞ്ഞിട്ടുണ്ട്. അപ്പാ, അതിലേക്ക് മടക്കി തരണമേ. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പറയുവാൻ കഴിയുമോ? കർത്താവേ, എന്റെ നീ പകർന്നിരിക്കുന്ന രക്ഷയുടെ സന്തോഷത്തിന്റെ അനുഭവം നീ എന്നിലേക്കൊന്ന് മടക്കി നൽകണമേ. ആത്മാവിന്റെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ എടുക്കല്ലേ അപ്പാ. ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു മേഖലയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ പുതിയ വിശ്വാസികളെ നമുക്ക് ഒരിക്കലും ക്രിസ്തീയ ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകുവാൻ കഴിയും. ഇവൻ പ്രാർത്ഥിക്കാനോ പ്രസംഗിക്കാനോ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരു ഉത്തമമായ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ, സ്തോത്രം, ആ ഒരു ശക്തി നമുക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നാം കടന്നു വരണമെങ്കിൽ, വീണ്ടും ആ ശക്തി നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് തെറ്റിനെ മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് നാം മടങ്ങണമെന്ന് മതിയാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം.
ഹാലലൂയ കുറവുകളെ ഏറ്റുപറയുക. ഓരോ സമയവും ഹാലലൂയ ദിവസങ്ങളിലായിക്കോട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, എപ്പോൾ ദിവസം കടന്നു വന്നാൽ നമ്മളെ തന്നെ ദിവസം സബ്മിറ്റ് ചെയ്ത് സമർപ്പണബോധത്തോടെ അത് ദിവസങ്ങളിലായിരിക്കാൻ നമ്മളെ തന്നെ നമുക്ക് ദിവസങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനങ്ങൾ ആദ്യം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കാം.